ദീപം ദീപം. മായമ്മേ, എന്താ അമ്മാളു? നമ്മുടെ പൂങ്കുടിയുടെ വിവാഹം മുടങ്ങി മായമ്മേ. അയ്യോ അമ്മാളു, എന്തായി പറയുന്നേ? നമുക്ക് ദുരിതങ്ങൾ ഒഴിയുന്നില്ല മായമ്മേ. ചീഞ്ഞു നാറുന്ന ഇവിടുത്തെ അവസ്ഥ കാരണ ചെക്കൻ വീട്ടുകാര് മാറിയത്. ഞാൻ എന്നാലാവുന്നത് പറഞ്ഞു നോക്കി, കാര്യം ഉണ്ടായില്ല. ഇവിടെ ദീനം പടർന്നു പിടിച്ചെന്നും വേണ്ടാത്ത വയ്യാവേലിക്കില്ലെന്നും പറഞ്ഞ് അവരൊഴിഞ്ഞു മാറി. പൂങ്കുടി അമ്മൂമ്മയൊക്കെ കരഞ്ഞോണ്ട് അവിടെ ഇരിക്കുന്നു. അല്ലാതെന്താ? അമ്മാളു നിക്ക്, ഞാനും അങ്ങോട്ട് വരുന്നു. അമ്മൂമ്മേ, ഇനി കരഞ്ഞിട്ട് എന്താ കാര്യം? പൂങ്കുടിക്ക് ഇതിനേക്കാൾ നല്ലൊരു ബന്ധം വരും. അവള് കൊച്ചല്ലേ, അമ്മൂമ്മ വേണം അവളെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ. അമ്മൂമ്മേ, എന്താ ഇത്? അവളെ ഇഷ്ടപ്പെടുന്നവരല്ല അവൾക്ക് കൂട്ടായി വരേണ്ടത്, അവളെ ഇഷ്ടപ്പെടുന്നവരാ. പൂങ്കോടിയുടെ മനസ്സല്ല ആ ചെക്കൻ കണ്ടത്. ജീവിതകാലം മുഴുവൻ അവളെ പൊന്നുപോലെ നോക്കി അവൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുത്തൻ തന്നെ ആവണം അവൾക്ക് കൂട്ടായി വരേണ്ടത്. അങ്ങനെ ഒരുത്തനെ നീ എവിടുന്ന? അവളെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ഒരു ചെക്കനുണ്ട് ഇവിടെ, ഈ ശിവരാമപുരത്ത്. മറ്റാരുമല്ല, നമ്മുടെ ശങ്കു. ഞാൻ ചിന്തിച്ചത് തെറ്റാണെങ്കിൽ അമ്മ പൊറുക്കണം. അവന്റെ മനസ്സെനിക്കറിയാം, അതുകൊണ്ടാ. നാവനക്കാനാവില്ലെന്നുള്ളൊരു കുറവ് മാത്രമേ അവനുള്ളൂ. പൂങ്കുടി എന്റെ സ്വന്തം കുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ മാത്രമേ ഞാൻ ചിന്തിക്കുമായിരുന്നുള്ളൂ. അമ്മാണ്, പക്ഷെ അവൾക്ക് തീരുമാനിക്കേണ്ടത് അവളാ. അവൾക്കിഷ്ടമാണെങ്കിൽ മാത്രം. തെറ്റാണോ ഞാനീ പറഞ്ഞത്? എന്റെ ശങ്കുവിന് പൂങ്കുടിയെ കൊടുക്കാനുള്ള മനസ്സ് അമ്മൂമ്മയ്ക്കുണ്ടെങ്കിൽ, അവനെ സ്വീകരിക്കാനുള്ള മനസ്സ് അവൾക്കുണ്ടെങ്കിൽ, അതിലേറ്റവും കൂടുതൽ ഞാനായിരിക്കും സന്തോഷിക്കുന്നത്. തെറ്റുപറ്റിയത് നമുക്കാണ്. നമ്മുടെ അജ്ഞത കാരണം ഒരു കുഞ്ഞിന്റെ ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വന്നു. രാധികയാണ് എനിക്ക് പ്രതികരിക്കാൻ പ്രചോദനം തന്നത്. മായേച്ചി സൂചിപ്പിച്ചതുപോലെ പുറം ലോകത്തെക്കുറിച്ചുള്ള അജ്ഞത കാരണം നിങ്ങളെ ചൂഷണം ചെയ്യാൻ തക്കം പാർത്തിരുന്ന കപട രാഷ്ട്രീയക്കാരുടെയും കുത്തക മുതലാളിമാരുടെയും തന്ത്രങ്ങൾ നിങ്ങൾ അറിയാതെ പോയി. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കിയിട്ടാണ് ആ കരാറുകാരന്റെ ഗുണ്ടകൾ വീണ്ടും മാലിന്യങ്ങൾ അവിടെ കൊണ്ടിട്ടിരിക്കുന്നത്. ഈ ധിക്കാരം തടഞ്ഞേ മതിയാവും. അതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കണം. ഈ ദുരിതത്തിനെല്ലാം കാരണക്കാരൻ വാസ്തവത്തിൽ ഞാനാണ്. ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് വരുന്നുണ്ടെന്നും കുടുംബത്തിൽ ഓരോരുത്തർക്കും ജോലി ലഭിക്കുമെന്നൊക്കെ പറഞ്ഞ് അവരെന്നെ പാട്ടിലാക്കി. ഈ മാലിന്യം കൊണ്ട് ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഒരിക്കൽ കോലാടി ഓർമ്മിപ്പിച്ചപ്പോ ഞാൻ ഉൾപ്പെടെയുള്ളവർ അവനെ പുച്ഛിച്ചു തള്ളി. ഇപ്പോ അതെല്ലാം സത്യമായിരിക്കുന്നു. അറിയാതെയാണെങ്കിലും ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. ഇനി കൂടുതൽ എന്ത് പറയാനാ? എല്ലാം അനുഭവിച്ചില്ലേ. ഇനിയെങ്കിലും ഒന്നിച്ചു നിന്നാ നമുക്ക് കൊള്ളാം. ശബ്ദമുയർത്താനാവില്ലെങ്കിലും പ്രതികരിക്കാൻ അറിയാവുന്ന ഒരുത്തൻ നമ്മുടെ ഇടയിലുണ്ട്, നമ്മുടെ ശങ്കു.